5 to 6 different cheeses ഇവിടെ ഉണ്ട്. Any time between 3 months to 1.5 years വരെ ഏജ് ചെയ്യുന്ന ചീസുള്ളത്. കൂടി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് സ്ട്രെച്ച് ചെയ്ത് കണ്ടത് ഒരു സ്മൂത്ത് ഫിനിഷ് പോലെ കിട്ടുന്നവരെ അതിനെ സ്ട്രെച്ച് ചെയ്യും. ഇതിന് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലോക്ക് ആക്കാം, പിന്നെ 200 grams ബോളാക്കാം. നേരത്തെ നമ്മളൊരു 20 grams ചീസ് കഴിച്ചു, അത് ആ ഷേപ്പിലും ആക്കാം. എൻ്റെ പേര് അനു ജോസഫ്. എൻ്റെ പേര് ഫ്രെഡി. ഞങ്ങളാണ് കേരളത്തിലെ ആദ്യത്തെ ആർട്ടിസണൽ ചീസ് മേക്കേഴ്സ്. കിസാരോ ക്രമറി എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. 2018 നമ്മൾ വീട്ടിലൊരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്തപ്പം കുറച്ച് ചീസസ് അതിനകത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ചീസ് ഡിഷസ്. അപ്പം ഫ്രെഡി ആ സമയത്താണ് ഞാൻ ജർമ്മനിയിൽ നിന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ അവിടുത്തെ ചീസസൊക്കെ കണ്ട് ഇവിടെ ചേച്ചിയുടെ ഡിഷിൽ ഇങ്ങനത്തെ ചീസസ് കണ്ട് ഞാൻ പറഞ്ഞു, ഇതാരാ ഉണ്ടാക്കി, എവിടെ നിന്ന് കിട്ടിയേ? അപ്പോൾ സംസാരിച്ച് പിടിച്ച് വന്നപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങളൊരു 6 month ട്രയൽ പീരീഡ് എന്നുള്ള പോലെ ഇവിടെ ഒരു പ്രോജക്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു പരിപാടിയാണ്. ഇപ്പോൾ ഞങ്ങളൊരു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 50 liters നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത്. അത്രയും സ്മോളായിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഒരു 500 liters ഡെയിലി പ്രോസസ്സിങ് ഉണ്ട്. ആൻഡ് വി ആർ ഡൂയിങ് ഒരു 2000 liter കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു 5 to 6 different ചീസസ് മാത്രമാണ് 2018 ചെയ്തത്. ഇന്നിപ്പം നമ്മളിപ്പം മോർ ദാൻ 15 to 18 വെറൈറ്റീസ് ഓഫ് ചീസസ് ചെയ്യുന്നുണ്ട്. ചീസ് മാത്രമല്ല, ചീസ് ബേസ്ഡ് സ്നാക്സ്, ചീസ് ബേസ്ഡ് സ്പ്രെഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെ ഒരു ചെറിയ സ്പേസ് ആയിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് വന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു ടേസ്റ്റിംഗ് ഏരിയ പോലെ, എക്സ്പീരിയൻസ് സെൻറ്റർ പോലെ ഒരു ചീസ് ആൻഡ് മീറ്റ് ഡൽഹി ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് ഇവിടെ വന്ന് ചീസ് പ്ലാറ്റേഴ്സും ചീസ് ബേസ്ഡ് ഡിഷസും ഒക്കെ ആയിട്ട് നമുക്കിവിടെ കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ മിൽക്ക് ഇവിടുന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യും, അഡൾട്രേഷൻ്റെ, പിന്നെ അതിൻ്റെ ഹോമോജനസ് ടെക്സ്ചർ. അത് കഴിഞ്ഞിട്ട് ഇത് മിൽക്ക് ഡം ടാങ്കാണ്. അപ്പോൾ ഇതിനകത്തോട്ട് മിൽക്ക് ഇട്ടിട്ട് നമ്മൾ ഈ പൈപ്പിക്കോടെ പാസ്ചറൈസേഷൻ ടാങ്കിലോട്ടാണ് മിൽക്ക് വരിക. പാസ്ചറൈസേഷൻ ചെയ്യും, അതായത് 72 degrees Celsius 15 seconds ഹോൾഡ് ചെയ്യും. പാസ്ചറൈസേഷൻ ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഫാമിൽ നിന്ന് വരുന്ന എല്ലാ ഹാംഫുൾ ബാക്ടീരിയ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പാസ്ചറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിൽക്ക് പമ്പ് ചെയ്ത് അപ്പുറത്ത് ചീസ് പ്രോസസ്സിങ് ഹാളിലോട്ട് പോകും. പാസ്ചറൈസേഷൻ കഴിഞ്ഞ് മിൽക്ക് ഈ ടാങ്കിലോട്ട്, വാറ്റിലോട്ട് വരും. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ്. അപ്പോൾ ഏത് ചീസാണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് അതിൻ്റേതായ യുണീക്ക് ഗുഡ് ബാക്ടീരിയ നമ്മളിടും. ഫെർമെൻറ്റേഷൻ കഴിഞ്ഞാൽ കോഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതാണ് ഈ ലിക്വിഡ് ആയിട്ടുള്ള മിൽക്കിനെ സോളിഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. പിസ്സയിലൊക്കെ കാണുന്ന ഒരു ചീസ് പുള്ളില്ലേ, അത് അച്ചീവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ കേർഡിന്, നമ്മൾ കുക്ക് ചെയ്ത കേർഡിന് ഹോട്ട് വാട്ടറിൽ ഒരു 85 degrees Celsius ഇട്ട് കഴിഞ്ഞ് നമ്മളതിനെ മാറ്റ് ചെയ്തെടുക്കും. അപ്പോൾ കുറച്ച് സമയം എടുക്കും അതിന് ഇങ്ങനെ കേർഡ്സ് ഒന്നിച്ച് കൂടാൻ വേണ്ടിയിട്ട്. കൂടി കഴിഞ്ഞ് നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് സ്ട്രെച്ച് ചെയ്ത് കണ്ടത് ഒരു സ്മൂത്ത് ഫിനിഷ് പോലെ കിട്ടുന്നവരെ അതിനെ സ്ട്രെച്ച് ചെയ്യും. ഇതിന് കഴിഞ്ഞ് നമുക്കൊരു ബ്ലോക്ക് ആക്കാം, പിന്നെ 200 grams ബോളാക്കാം. നേരത്തെ നമ്മളൊരു 20 grams ചീസ് കഴിച്ചു, അത് ആ ഷേപ്പിലും ആക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സോൾട്ട് ബ്രൈനിലിടുമ്പോൾ അതിനൊരു 7 days ഷെൽഫ് ലൈഫ് ഉള്ളൂ. ബട്ട് ബ്ലോക്ക് ആക്കുവാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ 6 months വെക്കാം. ഇവിടെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയിലുമാണ് നമ്മളിത് മെച്ചൂർ ചെയ്യാൻ വെച്ചിട്ടുള്ള. ഒരു 10 to 15 degrees Celsius ഒരു 85 to 95% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലുമാണ് നമ്മളിത് ഏജ് ചെയ്യാൻ വെക്കുക. അപ്പോൾ വൈനൊക്കെ ഏജ് ചെയ്യാൻ വെക്കണ പോലെ നമ്മളിതൊരു 3 months വെച്ചിട്ടാണ് ഈ വീലുകൾ മെച്ചൂർ ചെയ്ത് വരുന്നത്. ആർട്ടിഫിഷ്യലി ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്ന. യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അത് നാച്ചുറലി അണ്ടർഗ്രൗണ്ടിലാണ്. അതെ, കാരണം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇത്രയും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. ഒരു 5 to 6 different ചീസസ് ഇവിടെ ഉണ്ട്. എനി ടൈം ബിറ്റ്വീൻ 3 months to 1.5 years വരെ ഏജ് ചെയ്യുന്ന ചീസുള്ളത്. ഇവിടെ ഇരിക്കുന്നതൊക്കെ ഗൗഡ എന്ന് പറയുന്ന ഒരു ചീസാണ്. പിന്നെ അത് തന്നെ ഇത് തലശ്ശേരി പെപ്പർ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ളത്, ഇത് ചില്ലി ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഇതൊക്കെ ചെഡറാണ്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറിയിലുള്ളൊരു ചീസാണ്. ഇതിനെ ഇവിടെ മെച്ചുർ ചെയ്ത് ഇതിനെ നല്ലോണം ഒരു ബേബീനെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ടേക്ക് കെയർ ചെയ്തിട്ടാണ് നമ്മളിതിനെ സെല് ചെയ്യുന്നത്. നമുക്കൊരു ബൊഫയിലൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ക്വിക്ക്ലി നമുക്കൊരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചീസ് പേരൻ്റെന്ന് ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ക്രീം ചീസ് സ്പ്രെഡബിൾ കൈൻഡ് ഓഫ് ചീസ് ആണെങ്കിൽ നമുക്ക് ക്രാക്കറിലോ ടോസ്റ്റിലോ എടുത്ത്
ഈസിലി പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. മൊസറല്ല കാറ്റഗറിയിലുള്ള ചീസാണെങ്കിൽ അതിന് ഒലിവ്സ് ആയിട്ടും എനി കൈൻഡ്സ് ഓഫ് മീറ്റ് ആയിട്ടും പെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സോഫ്റ്റ് ചീസ് അതല്ലെങ്കിൽ ബ്രീ അല്ലെങ്കിൽ കെമംബേർട്ട് കാറ്റഗറിയിലുള്ള ഒരു ചീസാണെങ്കിൽ അതിനകത്ത് ഒരു ഫ്രൂട്ട് പ്രിസർവ് നല്ലൊരു കോമ്പിനേഷനാണ്. പ്ലസ് ഹാമോ പ്രൊഷറ്റോ മീറ്റ് ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഈസ്റ്റ് കാറ്റഗറിയിൽ ഒരു നല്ലോണം ഷാർപ്പ് ഫ്ലേവേഴ്സ് ഉള്ള ലൈക്ക് സേ ചില്ലി അല്ലെങ്കിൽ പെപ്പർ ഒക്കെ ഉള്ള ഷാർപ്പ് ഫ്ലേവേഴ്സ് ഉള്ള ചീസാണെങ്കിൽ സോൾട്ടഡ് കാഷ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് മീറ്റ്. പിന്നെ ഫ്ലേവേർഡ് അല്ലാത്ത ലൈക്ക് ചെഡർ ഗൗഡയൊക്കെ ആണെങ്കിൽ പ്ലെയിൻ ഹണി ഡ്രിസിൽ ചെയ്ത് കഴിക്കാനും നല്ലതാണ്. ഇതുപോലെ ചീസ് ആൻഡ് മീറ്റ് പ്ലാറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിൽ പ്ലീസ് കം ടു ഗിസാരോ ക്രാമറി. So we welcome you all to Cheese and Meat Delhi for all the cheeses and meats.